ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചട്ടിപ്പത്തിരി വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മുട്ടയും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് വെള്ളം നോക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതാ ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അല്പം നെയ്യ് തടവിയിട്ട് നമുക്ക് ഓരോ അപ്പങ്ങളും പെട്ടെന്ന് ചുട്ടെടുക്കാം. എത്ര ലെയറാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അപ്പങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ തേങ്ങ, കാഷ്നട്ട്, കിസ്മിസ്, ഞാനിവിടെ നേന്ത്രപ്പഴം, ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും നമുക്ക് വേണ്ട നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 3 മുട്ടേൻ്റെ ആവശ്യമുണ്ട്. 3 മുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് തടവിയിട്ട് നമ്മൾ ആ ചുട്ട് വെച്ചിട്ടുള്ള അപ്പങ്ങളൊക്കെ ഈ മുട്ടൻ്റെ ബാറ്ററിലോട്ട് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ലെയറുകളായി വെച്ച് നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് വേവായിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മറു സൈഡ് വേവിക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരി റെഡി.